പത്തി കൊണ്ട് പത്തി ചത്തിരിക്കോ നീ നോക്ക്, ചത്തിരിക്കോടാ, പിടിച്ചു നോക്കടാ. ശ്രദ്ധിച്ച് നില്ല്. ആദ്യം വെച്ചിട്ട് നേരം നില്ല, ചിലപ്പോ ഇതിന്റെ തല എങ്ങോട്ടാന്ന് അറിയത്തില്ലല്ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെറിയൊരു പ്രാങ്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് മൊത്തം പ്രാങ്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ കൂടിയവരാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് നാളായിട്ട് പ്രാങ്ക് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നൊരു ചെറിയ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൂടെ കൂടിക്കോളൂ. നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ സ്ക്രൂ ഒന്നും മുറുക്കുന്നില്ല. നമുക്ക് എല്ലാ സ്ക്രൂ മുറുക്കി അവിടെ ചെന്ന് ഇളക്കാൻ പാടായതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ക്രൂ ആവശ്യത്തിനുള്ളത് മാത്രമേ മുറുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് സ്ക്രൂ എല്ലാം മുറുക്കി നമുക്ക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇരയെ തേടി പോവാം. ഓക്കെ, അപ്പൊ പോരെ. ആ വണ്ടിയുടെ ഫ്രണ്ടില് ഒന്ന് അഴിക്കണേ. ഒരു കാര്യം ഒന്ന് പറയാം. സംഭവം എന്ന് പറഞ്ഞാലേ ഇതിനകത്ത് ഒരു ചെറിയ പാമ്പ് കയറി ഇതിനകത്ത്. അപ്പൊ ഞാനത് ഇതിനകത്തോട്ട് കേറുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് പെതുക്കാൻ ഇങ്ങനെ എടുക്കാം. ഇതിനകത്ത് ഒരുപാട് സംഭവം സാധനം ഇതിനകത്ത് കയറി. ഞാനേ നമ്മളത് വീഡിയോ എടുത്ത് നോക്കാം. നമുക്കിങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കണേ. നീ ഇതിങ്ങനെ വന്ന് കഴിക്കാൻ ഇങ്ങ് വാ. ഇവിടെ നിന്ന് നോക്കിയാ കാണാന്ന് തോന്നുന്നു കേട്ടോ. തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ? ആ പാലുണ്ടോ? നീർക്കോലിയാണോ നീ എന്തുവാണോന്ന് കടിക്കോ? കടിക്കുന്നല്ലോ ആണോ? നീ പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടൊന്നുമില്ല. തല്ലി കൊന്നിട്ടുണ്ട്. തല്ലി കൊല്ലുവോ? പേടിയുണ്ടോ പിടിക്കാൻ? കടിക്കുന്ന പാമ്പാണോ? വലുതാണോ? ആ ഇച്ചിരി വലുതാ. ആ ഞാൻ കണ്ട ഇതിനകത്തോട്ട് ഇഴഞ്ഞങ്ങ് കേറി അകത്തില്ല, ചൂട് പിടിച്ചിട്ടേ. ഞാൻ അന്നേരം പെതുക്കെ അവിടെ നിന്ന് അറിയുമോ, അവിടുന്ന് പേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കേറി കടിച്ചാലേ പാമ്പിന് മരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, ബാബാ സുരേഷിനെ വിളിച്ചാലോ? നീ വണ്ടിയിലെ പാമ്പിനെയൊക്കെ എടുത്തിട്ടുണ്ടോ? വണ്ടി അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. എടുക്കണേ, ചിലപ്പം പറയാൻ പറ്റത്തില്ല. പെടഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒറ്റ കടിയായിരിക്കും. നീ ശ്രദ്ധിച്ചോണം. ഞാനിങ്ങനെ മാറി ഇങ്ങോട്ട് നിക്കാം. പിടിക്കുമ്പോഴേ ഇവിടെ അപ്പുറത്താ. അവിടെ പാമ്പ് ചാടത്തില്ലോടാ, തോട്ടി പോവും. പാമ്പ് തോട്ടി പോവും. ഏത് പാമ്പാന്ന് അറിയണ്ടേ? നീ വണ്ടി തിരിച്ച് ഇങ്ങോട്ട് വെക്ക്. അഥവാ കയറി വന്നാൽ കടയ്ക്കാത്തോടെ കയറുന്നു. കടയ്ക്കകത്തോട്ട് കയറി നമുക്ക് പിടിച്ചൂടെ? നീ ഇങ്ങോട്ട് തിരിച്ചു നോക്ക്. അവിടെ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത് ചാടിയാലോ പുല്ല്? നമ്മുടെ ദേഹത്തോടാണ് ചാടിയ ഓടണ്ടേ? അവിടെ വരും. ഞാൻ അവരുടെ കടയ്ക്കകത്തേ കിടക്കും. ശ്രദ്ധിച്ചഴിക്കണേ. ഇതിലേ ചാടൂ. ശ്രദ്ധിച്ച് നില്ല്. ആദ്യം വെച്ചിട്ട് നേരം നില്ല. ചിലപ്പോ ഇതിന്റെ തല എങ്ങോട്ടാന്ന് അറിയത്തില്ലല്ലോ. ഈ നമ്മുടെ ഈ വീഡിയോ എടുത്തു വെക്കുന്നത് നമുക്ക് അയച്ചു കൊടുക്കാം. പാമ്പിനെ നമ്മൾ പിടിച്ചതായിട്ട് അതിനാ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നീ വന്നേ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഇതിന്റെ തല എങ്ങോട്ടാ? ഇത് കണ്ട വാലല്ലയോ അത്? എടാ ഇരുതല മൂലിയാണ്.
എന്തായാലും തുറക്കാം. തുറക്കുന്നതിന് മുമ്പേ ഇല്ലേ ഇതിന്റെ തല ചിലപ്പോ ഇങ്ങോട്ടായിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ചാടി ഒന്ന് കടിച്ചാലും തുറക്കല്ലേ ഇത് ഓടാനുള്ളതാണ്. ഈ തുറന്ന് വിട്ടളയില്ലേ പറയരുത്, തുറന്ന് വിട്ടളയില്ലേ തുറക്കും അപ്പോഴേ ഓടുവാ. തുറന്ന അപ്പോഴേ ഓടിക്കണം. നീ നോക്കടാ. കാണുന്നുണ്ടോ? നീ കുറച്ചുകൂടെ ഒന്ന് ഇളക്കി നോക്കിയേ. എടാ ഇവിടെ നോക്കടാ. ഇതിന് ഇനി വാങ്ങി വാ, ഇനി വാങ്ങി വാ, ഇനി വാടാ. കണ്ടോ? അതിന്റെ പാലയോ കണ്ടിട്ട് എന്തോ തോന്നുന്നു. ഇതെന്തൂടെ ഏത് പാമ്പ്? പാലുണ്ടോ? കടഞ്ഞിരിക്കുന്നുണ്ടോ? അങ്ങനൊക്കെ ഞാൻ പറഞ്ഞിട്ട് വരാം. നീ അത് നോക്ക്. ചങ്കൂരിലായിരിക്കും കേട്ടോ. അതെടുക്കണ്ട. നീ ഒരു കാര്യം പിടിക്കും പെതുക്കി ഇങ്ങോട്ട് കൈ കൊണ്ട് എന്നെ കൊണ്ടാണ് പിടിപ്പിക്കണേ. അല്ല നീ ആ സ്കൂട്ടറിൽ വെച്ചിങ്ങനെ ഇങ്ങോട്ട് ഒന്നുമില്ല ഏട്ടാ. വേറൊരു കാര്യം പറഞ്ഞോണ്ടിരുന്ന ശരി ഇതൊരു കാര്യം ചെയ്യും. സ്കൂട്ടറെ ആ കമ്പി കിടക്കുന്നു. ജീവനില്ലായിരിക്കൂടാ അത്. അത് തിരിച്ചു തൊട്ട അപ്പൊ ഓടിക്കണം കേട്ടോ. ഇത് തൊട്ട അപ്പഴേ ഓടിക്കണം. നിങ്ങൾ എന്നെ പിടിച്ചാൽ പിന്നെ അനങ്ങുന്നില്ലയോ? ആണ് കാണ്ടിരിക്കുന്ന അനങ്ങുന്നില്ല. എടാ അങ്ങനെ അടിച്ച അനങ്ങത്തില്ലടാ. അത് ഉറങ്ങുമായിരിക്കൂടാ. നീ ഒരു കാര്യം ചെയ്യാം. സ്കൂട്ടർ ഇറങ്ങിയില്ലേ നീ അതിങ്ങനെ പിടിക്കും. ഇനി അത് എടുക്കാൻ പറ്റത്തില്ല. ഇനി അത് പിടി. നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എന്നെ കൊണ്ട് തന്നെ പിടിപ്പിക്കണേ. നിങ്ങൾ പിടിക്കുക. എന്താ സാധനം? വള്ളിയാണത് എന്നെ വേലിച്ച് വെക്കി ഉറങ്ങുവാ. അല്ല വേലിച്ച് വെക്കി ചാടുവത്. ഇങ്ങോട്ട് ഇതിനകത്ത് തന്നെ കയറുവാണ്. അപ്പൊ അങ്ങോട്ട് നീ ഒരു കാര്യം ചെയ്യും. അത് കൈ കൊണ്ടങ്ങ് എടുക്കും. പെരുക്കൈ അടിക്കൊന്നുമില്ല. നമ്മള് ബാബ സുരേഷ് എത്ര പാമ്പിനെ എടുക്കുന്നത്? നമ്മള് ബാബ സുരേഷ് അല്ലല്ലോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ അടിച്ചു കൊല്ലാന്ന് പറഞ്ഞു. അണ്ണ ചാടത്തിലൊന്നും അടങ്ങണ്ട. നീ അവിടെ നിൽക്ക്. വണ്ടി അങ്ങോട്ടാണ് മാറുവാന്നുണ്ട് ഈ സാധനം എടുക്കാൻ വേണ്ടി. എടാ നീ ഇങ്ങോട്ട് വാടാ. എടാ ഇത് ഒരാളും കൂടെ വേണ്ടേ? രണ്ടുപേരും വേണ്ടേ? നീ ഒരു സ്കൂട്ടറിൽ എടുത്തിട്ടുവാ.
നീ ഇങ്ങോട്ട് എടുത്തോ. നീ അത് വേണ്ട, സ്കൂട്ടറിലോ നീ വാ. കമ്പൊന്നും വേണ്ട. എടാ ഇങ്ങ വാ, ഞാൻ എടുത്തോളാം. നീ ഇങ്ങ വാ, നീ വാ, നീ ഇങ്ങ വാ. ഈ സ്കൂട്ടർ എടു. ഇതാട്ടി ഇത്, അത് മതി. വാ, ഇങ്ങനെ പിടി. ചത്ത് കാണും. നീ ഇങ്ങനെ പിടി, ഇവിടെ പിടി, നീ ഇവിടെ പിടി, ഇവിടെ പിടി, അപ്പുറത്ത് പിടി, അപ്പുറത്ത് പിടി. ആ പിടി, ഇങ്ങനെ പിടി. ചത്തില്ലടാ, ഇച്ചിരി ജീവനുണ്ട്. പത്തി വലിച്ചിരിക്കുക. കമ്മിയ പത്തി കൊണ്ട് പത്തി ചത്തിരിക്കോ? നീ നോക്ക്, ചത്തിരിക്കോടാ, പിടിച്ചു നോക്കടാ. അനങ്ങും. എടാ ഇത് ചത്തിയാടാ, നീ നോക്കടാ, അവള് കുടിച്ചിടാൻ വാ. അയ്യോ, നീ വാ, ഇത് മുറുക്ക്. പ്രശ്നമില്ല, പ്രശ്നമില്ല, പിടിച്ചു നോക്കടാ. രാവിലെ അതിനകത്ത് നോക്കേ, ഇത് നമ്മുടെ ചെറിയൊരു പ്രാങ്ക്. നീ വാ, ഇവിടെ നിക്കി. ഇതേപോലെ ഒരു അവസ്ഥ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ഫേസ് ചെയ്യണം? ഓക്കെ, ഞാനത് നോക്കിയോ. ഇത് പാമ്പല്ല, അഥവാ പാമ്പ് വന്നാലും നമ്മൾ എന്താണെന്ന് അറിയോ, ഇച്ചിരി പെട്രോളോ എന്തെങ്കിലും ഈ സൈഡിലോട്ട് ഒഴിച്ചു കൊടുത്താൽ സിമ്പിൾ ആയിട്ട് ഇറങ്ങി അങ്ങ് നോക്കോളൂ. നീ ഒരു ടെക്നീഷ്യൻ അല്ലയോ? വന്നെ അപ്പോഴേ ഇറങ്ങിപ്പോ. ഇതേപോലെ നടന്ന് പാട് വേണ്ട. ഇതിപ്പോ എന്ത് കാണിച്ചേ? ഞങ്ങൾ പ്രാങ്ക് ആയതുകൊണ്ടാ ഞങ്ങൾ ഇത്രയും നിന്നെ ഇഷ്ടപ്പെടുത്തിയത്. എന്തായാലും വീഡിയോ വരുമ്പോ കാണണം. പേരെങ്ങനെ എന്റെ? വിഷ്ണു. വിഷ്ണുവിന് എങ്ങനെയുണ്ട് ഈ പ്രാങ്ക്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അണ്ണനും ഉണ്ടായിരുന്നില്ല. അണ്ണനുണ്ട്. അണ്ണന്റെ പേരെങ്ങനെ? അണ്ണനും ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് കൈ കൊണ്ട് എടുക്കല്ലേ. നമുക്കറിയാലോ ഇത് എന്തോ സംഭവം. കണ്ടിട്ട് പാമ്പിന്റെ അടക്കിരിക്കുമല്ലോ. അണ്ണൻ പറയുന്നതിന് പത്തി കൊണ്ടാ, പത്തി ഇതിനകത്ത് പത്തി വിടർത്തിയിട്ടുണ്ട്. കടിക്കും, കൈ കൊണ്ട് എടുക്കല്ലേന്ന്. നമുക്കറിയാലോ ഇത് എന്തോ സംഭവം. അപ്പൊ ശരി, സന്തോഷം. നീ ഇത് മുറുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ വിഷ്ണുവിനെ അല്ലേ, ഇന്ന് വിഷ്ണുവിനെയാണ് പ്രാങ്ക് ചെയ്തത്. വിഷ്ണുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഓടി പേടിച്ചിട്ടാണെങ്കിൽ കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പേടിച്ചു പോയി. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് ഉടനെ തന്നെ കാണാന്നുള്ള പ്രതീക്ഷയോടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.